PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത് അത് വലിയ രീതിയിൽ അവർക്കിടയിലൊക്കെ പ്രതിഷേധം സൃഷ്ടിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ ശമ്പള വർധനവ് കൊണ്ടുവന്ന സർക്കാർ തീരുമാനം പ്രതിമാസം സർക്കാരിനുണ്ടാക്കുക ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ്. മുടങ്ങിയ തുച്ഛമായ വേതനം കിട്ടാൻ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോഴാണ് PSCയിൽ ഇങ്ങനെ വാരിക്കോരി വേതന വർധന വരുത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മന്ത്രിസഭായോഗം മനസാക്ഷിയില്ലാത്ത തീരുമാനമാണ് കൈക്കൊണ്ടത്. ഒരു വശത്ത് PSC അംഗങ്ങൾക്ക് ലക്ഷങ്ങളുടെ വേതന വർധനവ് വരുത്തുമ്പോൾ മറുവശത്ത് മുടങ്ങിയ വേതനത്തിനായി തെരുവിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരായ വീട്ടമ്മമാർ. പ്രതിമാസം 2 ലക്ഷത്തിൽ പരം വേതനം വാങ്ങുന്നവർക്കാണ് വീണ്ടും 1.5 ലക്ഷത്തോളം മന്ത്രിസഭായോഗം വർദ്ധിപ്പിച്ചു നൽകിയതെന്ന് ഓർക്കുക. തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടങ്ങിയ വേതനത്തിനായി സമരം ചെയ്യുന്നവരെ ഈ തീരുമാനമെടുത്ത മന്ത്രിമാർ ഓർത്തില്ല. ചുരുങ്ങിയ പക്ഷം PSC അംഗങ്ങളുടെ ശമ്പള വർധനവ് തീരുമാനം മാറ്റിവെക്കാനുള്ള ഔചിത്യമെങ്കിലും കാട്ടാമായിരുന്നു. ചെയർമാനടക്കം 21 അംഗങ്ങളാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ളത്. നിലവിലുണ്ടായിരുന്ന വേതന ഘടന ഇങ്ങനെയാണ്. ചെയർമാന് അലവൻസുകൾ ഉൾപ്പെടെ കയ്യിൽ കിട്ടുന്നത് 2,26,000 രൂപ. അംഗങ്ങൾക്ക് അലവൻസുകൾ ഉൾപ്പെടെ 2,23,000 കയ്യിൽ കിട്ടും. വർധനവ് വരുത്തുന്നതോടെ ചെയർമാന്റെ ശമ്പളം 3,87,000 ഉയരും. അംഗങ്ങളുടെ ശമ്പളം 3,80,000 അതായത് 1.25 ലക്ഷത്തോളം ശമ്പള വർധനവാണ് പൂർണ്ണമായും രാഷ്ട്രീയ നിയമനമായ ഈ പദവികളിൽ ഉണ്ടാവുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന വേതന ഘടന പരിഗണിച്ചാണ് കേരളത്തിലും വർധനവ് വരുത്തിയത് എന്നതാണ് സർക്കാർ വാദം. ഇക്കാര്യത്തിൽ PSC സർക്കാരിന് നൽകിയ കത്തും പരിഗണിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് പ്രതിമാസം 26 ലക്ഷത്തോളം അധിക ബാധ്യതയുണ്ടാക്കുന്നതാണ് ഈ തീരുമാനം. PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കിയ സർക്കാർ ഇത് ഈ പ്രതിസന്ധി കാലത്ത് തന്നെ വേണമായിരുന്നു എന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക്, News 18.